സാധാരണ എല്ലാ ലാബോറട്ടറീസിലും സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റാണ് പി എച്ച് മീറ്റർ എന്ന് പറയുന്നത്. പി എച്ച് മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും യൂസസും ഒക്കെയാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പി എച്ച് മീറ്റർ ആ പേര് പറയുന്ന പോലെ തന്നെ ആസ് ദ നെയിം ഇംപ്ലൈസ്, പി എച്ച് മീറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ. പി എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനിൽ എത്രമാത്രം ഹൈഡ്രജൻ അയോൺസ് അടങ്ങിയിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ അസിഡിറ്റി, ആൽക്കലിനിറ്റി ഒക്കെ വരും, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരും. ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റാണ് പി എച്ച് മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ പി എച്ച് മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പി എച്ചിൻ്റെ സ്കെയിൽ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കെയിൽ എന്താണെന്ന് നോക്കാം. 0 to 14 ആണ് പി എച്ചിൻ്റെ ഒരു സ്കെയിൽ വരുന്നത്. അതിനകത്ത് 7 എന്നുള്ളതാണ് ന്യൂട്രൽ കണ്ടീഷൻ. ന്യൂട്രൽ കണ്ടീഷൻ മീൻസ് അവിടെ എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷനിൽ എച്ച് പ്ലസും ഒ എച്ച് മൈനസും വരുന്ന 7 എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 6, 5, 4, 3, 2, 1, 0, ഇത് ഹൈ എച്ച് പ്ലസ് കോൺസെൻട്രേഷനാണ്. അതിൻ്റെ അർത്ഥം പി എച്ച് ഡിക്രീസ് ചെയ്യുമ്പോൾ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമ്പോൾ ആസിഡ്സ് കാണിക്കുന്നത് ഒരു ഡിക്രീസിങ് പി എച്ച് ആണ്, ഹൈ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷനാണ്. ഇനി 7ൽ നിന്ന് അതിൻ്റെ ഹയർ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 8, 9, 10, 11, 12, 13, 14ലേക്ക് വരുമ്പോഴേക്കിന്, അതായത് 14ലേക്ക് എത്തുമ്പോഴേക്കിന് എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻക്രീസ് ചെയ്യുകയാണ് പി എച്ച് അവിടെ ചെയ്യുന്നത്. അതായത് ആൽക്കലിനിറ്റി വളരെ കൂടുതലുള്ള സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ പി എച്ചിൻ്റെ സ്കെയിലിൽ അതൊരു ഹയർ വാല്യൂ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് സാധാരണ കോമൺ ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ സൊല്യൂഷൻസിൻ്റെ പി എച്ച് വാല്യൂ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടറാണ് ന്യൂട്രലായിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ താഴേക്കുള്ള വാല്യൂ, അതായത് 7ൽ നിന്ന് താഴേക്കുള്ള വാല്യൂ നോക്കുമ്പോഴേക്കിന് അപ് ടു 0യിൽ എത്തുമ്പോഴേക്കിന്, ഇപ്പം ഇവിടെ 0യിൽ ബാറ്ററി ആസിഡാണ് കാണിച്ചിരിക്കുന്നത്. എക്സ്ട്രീംലി അസിഡിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ റൈറ്റ് സൈഡിലൊരു കളർ കോഡഡ് ആയിട്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി 7ൽ നിന്ന് കൂടിയ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ 8, 9, 10 ഒക്കെ നോക്കുമ്പോഴേക്കിന് അത് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ഒ എച്ച് മൈനസിൻ്റെയും കൂടുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്കെയിലിൽ ബേസിക് ആയിട്ടുള്ള ആൽക്കലൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ് വരുന്നത്. ഡ്രെയിൻ വാട്ടറാണ് ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ആക്ച്വലി എ വോൾട്ടിമീറ്റർ അറ്റാച്ച് ടു 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടിമീറ്ററാണ്, ഒരു ബാറ്ററി സെറ്റപ്പാണ് ഈ പി എച്ച് മീറ്റർ എന്ന് പറയുന്നത്. വെൻ 2 ഇലക്ട്രോഡ്സ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ദേ ആക്ട് ആസ് എ ബാറ്ററി. അപ്പോൾ സൊല്യൂഷനകത്തേക്ക് ഈ ഇലക്ട്രോഡ്സ് വരുമ്പോൾ അത് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുകയും ആ വോൾട്ടിമീറ്ററിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ് വരികയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോഡ്സ് ഓഫ് പി എച്ച് മീറ്റർ, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തതാണ് ഗ്ലാസ് ഇലക്ട്രോഡ്, സെൻസർ ഇലക്ട്രോഡ്, മെഷറിംഗ് ഇലക്ട്രോഡ്, ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നൊക്കെ പറയുന്ന ആദ്യത്തെ കാറ്റഗറി. ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് ആണ് നമ്മൾ ഇനി ഇതിനെ കൂടുതലും പറയാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്താണ് റെഫറൻസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാലോമെൽ ഇലക്ട്രോഡ്. അതിനെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം 2 ഇലക്ട്രോഡ്സ് ആണുള്ളത്, ഗ്ലാസ് ഇലക്ട്രോഡും റെഫറൻസ് ഇലക്ട്രോഡും. ഇത് രണ്ടും സാമ്പിൾ സൊല്യൂഷനകത്തേക്ക് ഡിപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് വോൾട്ടിമീറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇനി ഇലാബറേറ്റ് ചെയ്യുമ്പോൾ, ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ആൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ. ഇപ്പോൾ സാമ്പിളിനകത്തുള്ള റീഡിങ് യഥാർത്ഥത്തിൽ എടുക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോഡാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ആയിട്ടുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ഇലക്ട്രോഡാണ്. മറ്റേ റെഫറൻസ് ഇലക്ട്രോഡ് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അത് വോൾട്ടേജ് എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആയിരിക്കും.
അതൊരു റെഫറൻസ് ആണ്. അപ്പം ഇത് അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി വോൾട്ട് മീറ്ററിൽ കൃത്യമായിട്ടുള്ള റീഡിങ് വരുന്നത്. വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലാസ് ഇലക്ട്രോഡ് ആൻഡ് റെഫറൻസ് ഇലക്ട്രോഡ്. ദ വോൾട്ടേജ് ഈസ് കൺവേർട്ടഡ് ടു പി എച്ച് വാല്യൂ ആൻഡ് ഡിസ്പ്ലേഡ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വോൾട്ടേജിനെ ആശ്രയിച്ചായിട്ട് ഈ വോൾട്ട് മീറ്റർ ഡിസ്പ്ലേ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനെ പി എച്ച് വാല്യൂ ആയിട്ട്, അതായത് 0 to 14 സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ വെക്കുവാണെങ്കിൽ വാല്യൂ വരുന്നത് 7 ആണ്, അല്ലാതെ ആ വോൾട്ടേജ് അല്ല വരുന്നത്, പി എച്ച് സ്കെയിൽ തന്നെയാണ് വരുന്നത്. ഹൈലി ആൽക്കലൈൻ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് വെക്കുന്നതെങ്കിൽ 14 അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഇനി അസിഡിക് ആണെങ്കിൽ 0 അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഡ്സിൻ്റെ ഒരു സ്കീമാറ്റിക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലുള്ളത് ഗ്ലാസ് ഇലക്ട്രോഡും ലെഫ്റ്റ് സൈഡിലുള്ളത് റെഫറൻസ് ഇലക്ട്രോഡും ആണ്. അപ്പം ഈ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇൻറ്റേർണൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു മെറ്റാലിക് വയറുണ്ട്, സിൽവർ കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ്. എന്നിട്ട് അതൊരു ഗ്ലാസ്സിനകത്ത് ആണ് ഈ സ്ട്രക്ചറെല്ലാം വരുന്നത്. ഈ ഗ്ലാസിൻ്റെ ടിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബൾബ് പോലെയുള്ളൊരു പോർഷനുണ്ട്. ഈ ബൾബ് പോലെയുള്ള പോർഷനകത്ത് ആണ് ഇൻറ്റേർണലായിട്ട് നമ്മുടെ ഇലക്ട്രോഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ടിപ്പൊക്കെ വരുന്നത്. ഇനി അകത്ത് ഒരു 0.1 മോളാർ HCl ഫീൽഡായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ബൾബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. H+ റെസ്പോൺസീവ് ആയിട്ടുള്ള ഗ്ലാസ് മെംബ്രെയിനാണ് ഈ ബൾബ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി റെഫറൻസ് ഇലക്ട്രോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അത് കലോമൽ എന്ന് പറയുന്ന ഒരു മെറ്റാലിക് സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കലോമൽ എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഒരു വകഭേദമാണ്. ഇനി ആ മെർക്കുറി കൊണ്ടുള്ള ആ വയറ് അത് KCl സൊല്യൂഷനകത്താണ് ഡിപ്പ് ചെയ്ത് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടിപ്പെന്ന് പറയുന്നത് പോറസ് ആയിട്ടുള്ള ഒരു പ്ലഗ് കൊണ്ടാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ അത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ പോറസ് പ്ലഗിൻ്റെ എക്സിസ്റ്റൻസ്. The bulb of glass electrode is made up of pH sensitive glass sealed to a non-pH sensitive high resistant glass. ഈ ബൾബ് എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ്സുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഒരെണ്ണം pH സെൻസിറ്റീവ് ആണ്, മറ്റേത് pH സെൻസിറ്റീവ് അല്ല. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോഡ് വരുന്നുണ്ട്, അതിനകത്ത് 0.1 മോളാർ HCl എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. A potential is developed across the thin glass of the bulb which depends on the pH of the solution. അപ്പോൾ ഈ ഗ്ലാസ് മെംബ്രെയിനാണ് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ സൊല്യൂഷനകത്തുള്ള ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വ്യത്യാസം വരുന്നത്. The reference electrode is the electrode against which the potential of the glass electrode is measured. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, അത് റെഫറൻസ് ആണ്, ഫിക്സഡ് ആയിട്ടുള്ള ചാർജാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എലമെൻ്റ് ഉണ്ട്, മെർക്കുറസ് ക്ലോറൈഡ്. അതിനെയാണ് കലോമൽ എന്ന് വിളിക്കുന്നത്, ഇമ്മേഴ്സ്ഡ് ഇൻ പൊട്ടാസ്യം ക്ലോറൈഡ്. ദെൻ ഇനി ഫൈനലായിട്ട് ഇതൊരു സൊല്യൂഷനിലേക്ക് ഇലക്ട്രോഡ്സ് വെച്ച് കഴിയുമ്പോഴേക്കിന് ആ സൊല്യൂഷൻ്റെ H+ അയോൺ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ഈ ഗ്ലാസ് ഇലക്ട്രോഡിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് ഈ റെഫറൻസ് ഇലക്ട്രോഡിലും ഉണ്ടാകും. അപ്പോൾ അസിഡിറ്റി കൂടുതലുള്ളൊരു സൊല്യൂഷൻ ആണെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, അത് pH മീറ്ററിൻ്റെ റീഡിങ്ങിനെ ഡിക്രീസ് ചെയ്യും. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് ഹൈ H+ അയോൺ കോൺസെൻട്രേഷനുള്ള അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷനിലേക്കാണ് ഇലക്ട്രോഡ്സ് വെക്കുന്നതെങ്കിൽ വോൾട്ട് മീറ്ററിനകത്ത് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ pH സ്കെയില് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് റീഡിങ് ഫൈനലായിട്ട് വരികയും ഡിസ്പ്ലേഡ് ആവുകയും ചെയ്യും. ഇനി ആൽക്കലിനിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ, അതായത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. Increase in alkalinity decreases the voltage and increase the pH value in pH meter. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹയർ വാല്യൂ ആയിരിക്കും, 7നേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വെക്കുന്നതെങ്കിൽ അത് ന്യൂട്രൽ റീഡിങ് കാണിക്കും, 7 എന്ന് പറയുന്ന റീഡിങ് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് നോക്കാം. pH എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ് പല കെമിക്കൽ റിയാക്ഷൻസിലും. ഒപ്റ്റിമം ആയിട്ടുള്ളൊരു pHലാണ് പല കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത്. ഒരു ഒപ്റ്റിമൽ റേഞ്ച് ആ കെമിക്കൽ റിയാക്ഷൻസിന് ഉണ്ടായിരിക്കും.
എൻസൈംസ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പി എച്ചിലാണ്. ഒപ്റ്റിമം പി എച്ച് എല്ലാ എൻസൈംസിനും ഉണ്ട്. ബയോ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള എൻസൈംസ് ഇല്ലെങ്കിൽ ബയോളജിക്കൽ സിസ്റ്റം കൊളാപ്സ് ആകും. അപ്പോൾ പി എച്ചിൻ്റെ എക്സിസ്റ്റൻസ്, നോർമലായിട്ടുള്ള ഐഡിയൽ പി എച്ചിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പലതരത്തിലുള്ള ഡിസീസസിൻ്റെയും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് പി എച്ചിനെ ഒരു മെഷർമെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡയഗ്നോസിസ് ടൂളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. യൂറിൻ ബ്ലഡ് സാമ്പിൾസിൻ്റെ പി എച്ച് എടുക്കുന്നത് പല അസുഖങ്ങളെയും ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പി എച്ച് മീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്.